ഹായ് ഹലോ വെൽക്കം ബാക്ക് നയാഗ്ര ആർ സി ഗരാജ്. നമ്മളിന്നുള്ളത് ഒരു കിഡിലൻ പാർക്കിലാണ്. നല്ല മഴയാണ് നമുക്ക് ഇന്ന്. ഈ പാർക്കിൽ ഇവിടെ ഈ ടേബിളിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ എപ്പോഴും ഫുൾ ആൾക്കാരും ഇവിടെ ഇത് പ്ലേ ഗ്രൗണ്ടാണ്. ഇവിടെ എപ്പോഴും കളികളും കാണാം. ഇവിടെ എപ്പോഴും ഫുട്ബോൾ കളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാർക്കിൽ എപ്പോഴും ഈ സീറ്റിലൊക്കെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും. അവിടെ പിള്ളേർ കളിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ടൈം ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് അതിനൊരു അവസരം കിട്ടി. കാരണം നല്ല മഴ കാരണം ആരുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സംസാരിച്ച് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ ഒരു ഡ്രിഫ്റ്റ് ടോയ് കാറാണ്. ഇതൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കിഡിലൻ ഒരു ഡ്രിഫ്റ്റ് കാറാണ്. അപ്പം നമുക്ക് കാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. വായു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഡ്രിഫ്റ്റ് കാറ്. അപ്പോൾ ഇതിൻ്റെ ബോക്സൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ ഒരു പരിപാടി കിട്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ഞളങ്ങി ഒരു ഇതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയുള്ളൂ കേട്ടോ. ഞളങ്ങിയാണോ അതോ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ഒന്ന് തുറന്ന് പുറത്തേക്ക് നോക്കിയാലോ. ഞാൻ ജസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കിയല്ലേ, എന്നാലും ജസ്റ്റ് പൊട്ടിച്ചിട്ടുള്ളൂ. നമുക്കൊന്ന് കാണാം ഇവൻ്റെ ഒരു പരിപാടി. യെസ് മോനെ, ഇതാണ് സാധനം വന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൂടിലാണ് ഈ കാറ് ഡ്രിഫ്റ്റ് കാർ വന്നിട്ടുള്ളത്. നമുക്കിതിൽ എന്തിട്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു ബാറ്ററി ചാർജറും സ്ക്രൂ ഡ്രൈവറും തന്നെ എല്ലാ ടോയ് കാർ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം തന്നെ. പിന്നെ ഇതിൽ നമുക്കൊരു ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒരു 4 ടയർ തന്നിട്ട് കേട്ടോ. അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. എക്സ്ട്രാ 4 ടയറുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കാറ് ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള മറ്റേ സംഭവങ്ങളാണ്. ഇത് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെയ്യാൻ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനായിട്ടായിരിക്കും. ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ളത് 2.4 GHz തന്നെയാണ്. അതിൻ്റെ ഇവിടെ നമുക്ക് പവർ ഓൺ സ്വിച്ച് ഉണ്ട്. പിന്നെ ലൈറ്റ്, ഇപ്പുറത്ത് എനിക്ക് സ്പീഡ് സ്ലോ ആൻഡ് ഹൈ ആക്കാനുള്ള സ്വിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി ഇതാണ് മോനെ നമ്മുടെ കുഞ്ഞൻ ഡ്രിഫ്റ്റ് കാറ്. എന്തിട്ടാ ലുക്ക് നോക്ക് നിങ്ങൾ. ഇതിൻ്റെ കിഡിലല്ലേ, എന്തിട്ടാ ലുക്കിൽ വന്നാണ്. നല്ല ഫിനിഷിങ്, ഫുൾ ഫിനിഷിൽ ഇറങ്ങിയ കാറാട്ടോ. അത് അടിപൊളിയുണ്ട്. അപ്പോൾ ഇതുമ്പോൾ നമുക്കൊരു 4 ടയറുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ടയറായിരിക്കും. അപ്പോൾ മറ്റേത് നോർമൽ ടയർ, ഗ്രിപ്പുള്ള ടയറാണ്. അപ്പോൾ മറ്റേത് നോർമൽ ടയറും ഇത് ഡ്രിഫ്റ്റിങ്ങിനുള്ളതായിരിക്കും. ബാക്കിൽ 4 ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 ഹെഡ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഇതിലാണ് വരണേ. അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, നമുക്ക് അഴിച്ച് നോക്കാം കേട്ടോ. യെസ്, ബാറ്ററി അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ബാറ്ററി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാം. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. ഒരു ഡിം ആൻഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ബാക്കിലെ നമ്മുടെ ബ്രേക്ക് ലൈറ്റുകൾ 4 2 കത്തുന്നുണ്ട്. ബാക്കി 2 ചിലപ്പോൾ റിമോട്ട് കൺട്രോൾ റൺ ചെയ്യുമ്പോൾ കത്തുമെന്ന് അറിയില്ല. അത് വെറുതെ ഡെമോ പീസാണെന്ന് അറിയില്ല. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റണ്ണിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ റിമോട്ട് കൺട്രോളും കൂടി ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിനെ വെച്ചിട്ട് പടപടയ്ക്കാം. ചില സമയത്ത് ക്യാമറയിൽ നിന്ന് ഔട്ടായി പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ക്യാമറ പിടിച്ച് ഓടി എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ചില സമയത്ത് ഇത് ഔട്ടായി പോകുന്നത്. എന്നാലും അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട് ഈ ടോയ് കാറ്. പിന്നെ നമ്മളിവിടെ കുറച്ച് മഴ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊന്ന് ഇറക്കിയൊന്ന് ഓടിച്ച് നോക്കി. പക്ഷേ ഓടിച്ചതിന് ശേഷം നമ്മൾ ആലോചിച്ചത് വാട്ടർ പ്രൂഫ് ആണോ അല്ലോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി ഓടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. നോക്കാം നമുക്ക്.